ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് സെമിസ്റ്റർ MDC കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫിലെ ക്ലെൻസിങ് ഏജൻറ്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 4ഉം MDCനെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി അത് കാണാൻ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ടോപ്പിക്കാണ് സോപ്സ്. സോപ്സ് ആർ ക്ലെൻസിങ് ഏജൻറ്റ്. സോപ്പുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധീകരണ വസ്തുക്കളാണ്. ദേ ആർ സോഡിയം ആൻഡ് പൊട്ടാസ്യം സാൾട്ട്സ് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്. നീണ്ട കാർബൺ ശൃംഖലയുള്ള കാർബോക്സിലിക് ആസിഡുകളുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണങ്ങളെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. സോപ്സ് കണ്ടെയ്ൻ ലാർജ് ഹൈഡ്രോകാർബൺ ചെയിൻ ലയോഫോബിക് ആൻഡ് അയോണിക് കാർബോക്സിലേറ്റ് ഇൻ ലിയോഫിലിക് ബോണ്ടഡ് ടു സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോപ്പിൽ വെള്ളത്തെ ആകർഷിക്കാത്ത ലയോഫോബിക് ഹൈഡ്രോകാർബൺ ശൃംഖലയും വെള്ളത്തെ ആകർഷിക്കുന്ന ലയോഫിലിക് കാർബോക്സിലേറ്റ് അറ്റവും സോഡിയം പൊട്ടാസ്യവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹാർഡ് സോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് സോപ്സ് ആർ സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഹാർഡ് സോപ്പുകൾ ഫാറ്റി ആസിഡുകളുടെ സോഡിയം ലവണങ്ങളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാഷിംഗ്. ഇവ കഴുകാനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇറ്റ് ഹാസ് ആൻ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി. ഇവയ്ക്ക് അണുനാശക ഗുണവുമുണ്ട്. സോഫ്റ്റ് സോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സോപ്സ് ആർ പൊട്ടാസ്യം സാൾട്ട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. സോഫ്റ്റ് സോപ്പുകൾ ഫാറ്റി ആസിഡുകളുടെ പൊട്ടാസ്യം ലവണങ്ങളെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബാത്ത് സോപ്പ് ആൻഡ് ഷേവിംഗ് ക്രീം എക്സെട്ര. കുളി സോപ്പുകൾ, ഷേവിംഗ് ക്രീമുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് അലക്കാൻ ഉപയോഗിക്കുന്നത് ഹാർഡ് സോപ്പും കുളിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സോപ്പും ആണ്. അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ആൽക്കലി കണ്ടന്റിങ് സോപ്പ്. Soaps are manufactured by treating oils or fats with sodium or potassium hydroxide. എണ്ണകളെയോ കൊഴുപ്പുകളെയോ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് സോപ്പുകൾ നിർമ്മിക്കുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് ബേസസ് ഇൻ ദ സോപ്പ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കലി കണ്ടന്റ്. സോപ്പിലുള്ള ആകെ ക്ഷാരങ്ങളുടെ അളവിനെയാണ് ആൽക്കലി കണ്ടന്റ് എന്ന് പറയുന്നത്. ബേസസിൻ്റെ ഇതിനെയാണ് പറയുന്നത്. ദ ആൽക്കലി കണ്ടന്റ് ഡിറ്റർമൈൻസ് ദ അബ്രാസീവ്നെസ് ഓഫ് സോപ്പ്. ആൽക്കലി അളവാണ് സോപ്പിൻ്റെ കാഠിന്യവും ത്വക്കിൽ ഉണ്ടാകുന്ന പ്രഭാവവും നിർണ്ണയിക്കുന്നത്. അടുത്തത് TFM ഓഫ് സോപ്പ്, ടോട്ടൽ ഫാറ്റി മാറ്റർ. TFMൻ്റെ ഫുൾ ഫോം. ദിസ് ഡിഫൈൻസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫാറ്റി ആസിഡ് ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺ ട്രീറ്റിംഗ് വിത്ത് മിനറൽ ആസിഡ്സ്. മിനറൽ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ വേർതിരിക്കാവുന്ന ആകെ ഫാറ്റി ആസിഡുകളുടെ അളവിനെയാണ് TFM എന്ന് പറയുന്നത്. ദ ഫാറ്റി ആസിഡ് മോസ്റ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ സോപ്സ് ആർ ഒലീക്, സ്റ്റീറിക് ആൻഡ് പാൽമിറ്റിക് ആസിഡ്. സോപ്പുകളിൽ സാധാരണയായി കാണുന്ന ഫാറ്റി ആസിഡുകൾ ഒലീക്, സ്റ്റീറിക്, പാൽമിറ്റിക് ആസിഡുകളാണ്. ദ TFM വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് സോപ്പ്. ഡിറ്റർജൻറ്റ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ലോങ് ആൽക്കൈൽ ചെയിൻ എൻഡിങ് വിത്ത് സൾഫണേറ്റ് ഗ്രൂപ്പ്. സൾഫണേറ്റ് ഗ്രൂപ്പിൽ അവസാനിക്കുന്ന നീണ്ട ആൽക്കൈൽ ശൃംഖലയുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണങ്ങളെയാണ് ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സോഡിയം ലൗറൈൽ സൾഫണേറ്റ് എന്ന് പറയുന്നത്. ഡിറ്റർജൻറ്റ്സ് ഹാവ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് സോപ്പ്. ഡിറ്റർജൻറ്റുകൾക്ക് സോപ്പുകളുടെ എല്ലാ ശുദ്ധീകരണ ഗുണങ്ങളും അങ്ങോട്ടുമുണ്ട്. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഇവ ഹാർഡ് വാട്ടറിലും സോഫ്റ്റ് വാട്ടറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ്. ഡിറ്റർജൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ആനിയോണിക്, കാറ്റയോണിക് ആൻഡ് നോൺ അയോണിക് ഡിറ്റർജൻറ്റ്സ്. ഡിറ്റർജൻറ്റുകളെ ആനിയോണിക്, കാറ്റയോണിക്, നോൺ അയോണിക് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ 3 നോക്കാം. Anionic detergents. These are sodium salts of sulfonated long chain alcohols or hydrocarbon. സൾഫണേറ്റ് നീണ്ട ശൃംഖലയുള്ള ആൽക്കഹോളുകളുടെയോ ഹൈഡ്രോകാർബണുകളുടെയോ സോഡിയം ലവണങ്ങളാണ് ഇവ. എക്സാമ്പിൾ സോഡിയം ലൗറൈൽ സൾഫണേറ്റ്. ഇൻ അയോണിക് ഡിറ്റർജൻറ്റ്സ് ദ അയോണിക് പാർട്ട് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ക്ലീനിങ് ആക്ഷൻ. ആനിയോണിക് ഡിറ്റർജൻറ്റുകളിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുന്നത് ആനയോൺ ഭാഗമാണ്. Cationic detergents. In cationic detergents, the cationic part of the molecule is involved in cleaning action. കാറ്റിയോണിക് ഡിറ്റർജൻറ്റിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുന്നത് കാറ്റിയോൺ ഭാഗമാണ്. These are quaternary ammonium salts of amines, acetites, chlorides or bromides. അമൈനുകൾ, അസറ്റേറ്റുകൾ, ക്ലോറൈഡുകൾ, ബ്രോമൈഡുകൾ എന്നിവയുടെ ക്വാട്ടർണറി അമോണിയം ലവണങ്ങളാണ് ഇവ. അടുത്ത 3ാമത്തെയാണ് നോൺ അയോണിക് ഡിറ്റർജൻറ്റ്സ്. ദിസ് ടൈപ്സ് ഓഫ് ഡിറ്റർജൻറ്റ്സ് ഡു നോട്ട് കണ്ടെയ്ൻ എനി അയോണിക് പാർട്ട് ഇൻ ദ സ്ട്രക്ചർ. ഈ ഡിറ്റർജൻറ്റുകളുടെ ഘടനയിൽ അയോണിക് ഭാഗങ്ങൾ ഉണ്ടാവുകയില്ല. ഡിറ്റർജൻറ്റ്സ് ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് സ്റ്റെറിക് ആസിഡ് ആൻഡ് പോളി എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോൺ അയോണിക് ഡിറ്റർജൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് ലിക്വിഡ് ഡിഷ് വാഷിംഗ് ഡിറ്റർജൻറ്റ്സ്. നോൺ അയോണിക് ഡിറ്റർജൻറ്റുകൾ ദ്രാവക പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റുകളുമായി ഉപയോഗിക്കുന്നത് നമ്മൾ പാത്രം കഴുകുന്നത്. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സിന്തറ്റിക് ഡിറ്റർജൻറ്റ്സ് ഓഫ് സോപ്പ്.
സോപ്പിനേക്കാൾ സിന്തറ്റിക് ഡിറ്റർജൻറ്റുകളുടെ ഗുണങ്ങൾ, അതായത് സോപ്പിനെക്കാട്ടി എത്രത്തോളം. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹാർഡ് വാട്ടർ, അതിന് ഹാർഡ് വാട്ടർ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ അസിഡിക് മീഡിയത്തിലും യൂസ് ചെയ്യാം. ദേ ആർ മോർ സൊലുബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ കൂടുതൽ ലയിക്കുന്നവയാണ്. ദേ ഹാവ് സ്ട്രോങ്ങർ ക്ലീനിങ് ആക്ഷൻ, കൂടുതൽ ശക്തമായ ശുദ്ധീകരണ ശേഷിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിറ്റർജൻറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അഡ്വാൻറ്റേജസ് ഓഫ് സോപ്സ് ഓവർ ഡിറ്റർജൻറ്റ്സും ഉണ്ട്. ദേ ആർ ബയോഡിഗ്രേഡബിൾ, ഇവ ജൈവമായി വിഘടിപ്പിക്കുന്നവയാണ്. ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ്, പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്. സോപ്സ് ആർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, സോപ്പുകൾ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ടോപ്പിക്സേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ വേഗം തന്നെ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ.